തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ മികച്ച സിനിമകളുടെ ഭാഗമായ നടനാണ് പ്രകാശ് രാജ്. അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും തിരക്കഥാരചനയിലും നിർമ്മാണത്തിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ താരത്തിന് സാധിച്ചു. 5 തവണ ദേശീയ അവാർഡും 6 സംസ്ഥാന അവാർഡും നേടിയ താരം കരിയറിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് വില്ലൻ വേഷങ്ങളാണ്. നടനും സംവിധായകനുമായ എസ് ജെ സൂര്യയെക്കുറിച്ച് പ്രകാശ് രാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. ആസൈ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് താൻ എസ് ജെ സൂര്യയെ ആദ്യമായി കണ്ടതെന്ന് താരം പറഞ്ഞു. ഇന്ന് പലരും ഓർത്തു വെക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആ സിനിമയിലേതെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ആ സിനിമയിൽ താൻ വില്ലനായി അഭിനയിച്ചപ്പോൾ എസ് ജെ സൂര്യ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നുവെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം അയാൾ സംവിധായകനും നടനുമായി തിളങ്ങുന്നത് കണ്ടപ്പോൾ അത്ഭുതമായെന്നും തനിക്ക് പോലും കോമ്പറ്റീഷൻ തരുന്ന നിലയ്ക്ക് വളർന്ന നടനായി മാറിയെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ധനുഷിൻ്റെ 50ാമത് ചിത്രമായ രായൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് പ്രകാശ് രാജ് ഇക്കാര്യം പറഞ്ഞത്. ധനുഷുമായി ഞാൻ ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ് രായൻ. തിരുവിളയാടൽ ആരംഭം എന്ന സിനിമയിലാണ് ഞാൻ ധനുഷിനൊപ്പം ആദ്യമായി ഒന്നിക്കുന്നത്. അന്ന് ഇവൻ ഇത്രയും വളരുമെന്നും ഭാവിയിൽ എന്നെ ഡയറക്റ്റ് ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. തിരുച്ചിത്രമ്പലത്തിൽ ഞങ്ങൾ അച്ഛനും മകനുമായി അഭിനയിച്ചു. ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. ധനുഷിനെ പോലെ എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട്, എസ് ജെ സൂര്യ. അയാളെ ഞാൻ ആദ്യമായി കാണുന്നത് ആസൈ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. മണിരത്നം സാറായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു എസ് ജെ സൂര്യ. പിന്നീട് അയാൾ സംവിധായകനായി, നടനായി, ഇപ്പോൾ എനിക്ക് പോലും കോമ്പറ്റീഷൻ തരുന്ന നിലയിൽ വളർന്നു. ഇതൊക്കെ അത്ഭുതത്തോടെ അല്ലാതെ കാണാൻ കഴിയില്ല, പ്രകാശ് രാജ് പറഞ്ഞു.